السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. വിശുദ്ധ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ കടന്നു. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പഠിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അയ്യുഹൽ വലദിൻ്റെ 8ാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ് ഇനിയും ഒരുപാട് ആളുകൾ കേൾക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ മുന്നേ നടന്ന ക്ലാസ്സും ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കണം, ബറക്കത്തുള്ളവരാകണം. അൽഹംദുലില്ലാഹ് എൻ്റെ വീട്ടിൽ നടക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന റമളാൻ 17 നടക്കുന്ന ബദരീങ്ങളാണ്ട് നല്ല വിജയമാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ് 22 ആളുകൾ ഇതിനകം അതിലേക്ക് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ബദരീങ്ങളെ കാവൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്കും അവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അയ്യുഹൽ വലദ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് ഉപദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണല്ലോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മഹാനവറുകൾ ഉപദേശിക്കുകയാണ്, ഇഷ് മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചതുപോലെ ജീവിച്ചോ. ഫഇന്നക മയ്യിത്തുൻ, നീ മരിക്കാനുള്ളവനാണ്. എന്താണ് ആ ഉപദേശത്തിൻ്റെ ഒക്കെ ഒരു കനം? ഇഷ് മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചതുപോലെ ജീവിച്ചോ. ഫഇന്നക മയ്യിത്തുൻ, നീ മയ്യിത്താണ്, മരിക്കാനുള്ള തടിയാണ്. വഅഹ്ബിബ് മൻ ശിഅ്ത, നീ ഉദ്ദേശിച്ചവരോട് നീ ഇഷ്ടം വെച്ചോ. നീ ഉദ്ദേശിച്ച ആരെയാണോ നീ ഉദ്ദേശിക്കുന്നത് അവരെ സ്നേഹിച്ചോ. ഫഇന്നക മുഫാരിഖുഹു, കാരണം നീ അവനോട് വിട്ടുപിരിയേണ്ടി വരും. കാലകാലം അവൻ്റെ കൂടെ കഴിയാൻ നിനക്ക് സാധിക്കില്ല. വഅമൽ മാ ശിഅ്ത, നീ ഉദ്ദേശിച്ച പോലെ പ്രവർത്തിച്ചോ, അമൽ ചെയ്തോ. ഫഇന്നക മജ്സിയ്യും ബിഹി, ആ അമലുകൾക്കൊക്കെ നിനക്ക് പ്രതിഫലം ലഭിക്കും. അപ്പോൾ നിന്റെ ആഗ്രഹം പോലെ നീ അങ്ങ് ജീവിച്ചോ. മരിക്കാനുള്ള തടിയാണ്. അതിലൊക്കെ വലിയ പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംസാരമാണല്ലോ അത് എന്ന് നമുക്കറിയാം. നീ ആഗ്രഹിച്ചവരുടെ കൂടെ കൂടി അവരോട് മഹബത്ത് വെച്ച് അവരുടെ ആളായി അങ്ങനെ കഴിഞ്ഞോ, എന്തായാലും പിരിയേണ്ടി വരും. ഭാര്യയെ പിരിയേണ്ടി വരും, ഭർത്താവിനെ പിരിയേണ്ടി വരും, മക്കളെ പിരിയേണ്ടി വരും, കൂട്ടുകാരെ പിരിയേണ്ടി വരും. അതുകൊണ്ട് ആരെയാണോ നിനക്കിഷ്ടം ഓലൊക്കെ കൂട്ടുകൂടിക്കോ, മഹബത്ത് വെച്ചോ. ഏത് മഹബത്ത് കൊണ്ടാണ് നിനക്ക് കാര്യം കിട്ടുക എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ആ ഒരു വാക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മുടെ കൽബിലേക്ക് ഇട്ടു തരുന്നത്. ഏത് മഹബത്ത് കൊണ്ടാണ് നിനക്ക് കാര്യം കിട്ടുക?
എങ്ങനെ ജീവിച്ചാലാണ് മയ്യത്താകാനുള്ള നിനക്ക് കാര്യം കിട്ടുക? എങ്ങനെ ജീവിച്ചാലാണ് ഖബറിലേക്ക് പോകേണ്ട മയ്യത്താകുന്ന നീ കാര്യം കിട്ടുക? നിനക്ക് അമല്, എന്ത് അമലാണ് നീ ചെയ്യേണ്ടത്? നല്ലതോ ചീത്തയോ ഒക്കെ അമലാണ്, പ്രവർത്തനമാണല്ലോ. നല്ലതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഉണ്ടാവും, ചീത്തയാണെങ്കിൽ അതിനുള്ളത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അതൊക്കെ കരുതി ജീവിച്ചോ എന്നാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വല്ലാത്ത ഉപദേശമായി നൽകുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം വിശാലമാണ്, കൂടുതൽ നീട്ടി പറയേണ്ടതില്ലല്ലോ. ഇനിയും വിളിക്കുന്നു, 8ാമത്തെ ഉപദേശം. അയ്യുഹൽ വലദ്, ഓ കുട്ടി, ഓ മോനെ, അയ്യു ശൈഇൻ ഹാസിലുൻ ലക്, നിനക്കെന്താണ് കിട്ടിയത്? മിൻ തഹ്സീലി ഇൽമിൽ കലാം, ഇൽമുൽ കലാം പഠിച്ചിട്ട് എന്താ നിനക്ക് കിട്ടിയത്? വൽ ഖിലാഫ്, തർക്കവിഷയങ്ങളെ കൊണ്ട്, തർക്കവിഷയങ്ങൾ പഠിച്ചിട്ട് എന്താ കിട്ടിയത്? വത്തിബ് വദ്ദവാനീൻ വദ്ദവാവീൻ, ചികിത്സയും അനുബന്ധ ദീവാനുകൾ, പാട്ടുകൾ, വൽ അശ്ആർ, കവിതകൾ, വന്നുജൂം, ഗോളശാസ്ത്രം, വൽ അറൂൽ വന്നഹ്വ് വത്തസ്രീഫ്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എണ്ണി. അറൂൽ, അതുപോലെ നഹ്വ്, സർഫ്. നിനക്ക് കുറേ കാലം കളഞ്ഞില്ലേ നീ? എന്താ നിനക്ക് കിട്ടിയത്? ഗൈറ തളീഇൽ ഉംരി, ആയുസ് ഇങ്ങനെ പാഴാക്കലല്ലാതെ നിനക്ക് എന്ത് കിട്ടി? ബിഖിലാഫി ദിൽ ജലാൽ, ദുൽജലാലായ അള്ളാഹുവിന് മാറായിട്ട്. ഇതൊക്കെ തർക്കശാസ്ത്രങ്ങൾ പഠിച്ച് നീ നിന്റെ കാലക്കാരോട്, സമകാലികരോട് തട്ടിക്കയറാനല്ലേ അത് നിനക്ക് ഉപകരിച്ചത്? അതുപോലെ മറ്റുള്ള ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പഠിച്ച് നീ ആളാകാൻ ശ്രമിച്ച് നിന്റെ കാലം പോയി എന്നല്ലാതെ എന്താണ് നിനക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്? നഹ്വും സർഫും ഈ പറഞ്ഞ ഇൽമുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ഇൽമിൽ മാത്രം കൂടി. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്ന അറിവാണ്. ആ അറിവ് അത് അമിതമായി അതിൽ മാത്രം കൂടി അങ്ങനെ അതിലങ്ങ് ലയിക്കുന്ന രൂപത്തിൽ ഉള്ള പഠനങ്ങൾ ചിലപ്പോൾ അപകടം ചെയ്യും. പിന്നെ അള്ളാഹു ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അതൊക്കെ അതിൽ ലയിച്ചു പോകാതെ അത് നന്നായി പഠിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളാണ് ഈ പറഞ്ഞ ഇൽമുകളൊക്കെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തസവുഫിന്റെ ലോകത്ത് വിരാജിച്ച ആളാണ്. റഹീൽ, അങ്ങനെ യാത്ര ചെയ്തവരാണ് തസവുഫിന്റെ ലോകത്തേക്ക്. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരൊന്നും ഇത്തരം ഇൽമിലൊന്നും അമിതമായി സമയം കളയാതെ അത് ആവശ്യത്തിനുള്ളത് എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇൽമുൽ കലാമിൽ കഴിവുള്ളവരാണ്, ഇൽമു തിബ്ബിൽ കഴിവുള്ളവരാണ്, ഇൽമുൽ അശ്ആർ, നുജൂം, അറൂദ്, ഖാഫിയ എല്ലാത്തിലും നല്ല അഗ്രേസരരായ പണ്ഡിതരാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. പക്ഷെ അതൊക്കെ കാലോചിതമായി ആളാകാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അവിടെയാണ് ഇമാം ഗസ്സാലി പ്രശ്നം കാണുന്നത്. ഈ ഇൽമിന് പ്രശ്നമില്ല, പക്ഷെ അതിൽ മാത്രം ലയിച്ച് ആളായി സമകാലികരെയൊക്കെ തോൽപ്പിച്ച് ഞാനൊരു വലിയവനാണെന്നുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വാതിൽ അടക്കുന്നത്. അയ്യു ശൈഇൻ ഹാസിലുൻ ലക മിൻ തഹ്സീലി ഇൽമിൽ കലാം, എന്താണ് നിനക്ക് കിട്ടിയത്? അപ്പോൾ കുറച്ചും കൂടെ ഇൽമു തസവുഫിലേക്ക് ഇമാം ഗസ്സാലി അവിടേക്കാണ് കൊണ്ടുപോകുന്നത് ശിഷ്യനെ. ഇൽമു തസവുഫിലേക്ക് കൂടുതലായി ഇറങ്ങാൻ എൻ്റെ കുട്ടി ശ്രദ്ധിക്കണേ, ഇതൊന്നും വേണ്ട എന്ന് എതിർക്കുകയല്ല ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. മറിച്ച് ഇൽമു തസവുഫ് ഖൽബ് സാഫായി കിട്ടുന്ന അറിവാണ് ഇൽമു തസവുഫ്. അതിലേക്ക് എൻ്റെ കുട്ടി വരണേ എന്നുള്ള
ഒരു ഉൾവിളിയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നടത്തുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ രണ്ട് ഉപദേശങ്ങൾ അവരുടെ ശിഷ്യരോട് പറഞ്ഞത് നമ്മോടുകൂടെ നമ്മോടാണെന്ന് വിചാരിച്ച് നമ്മൾ അതിലൊക്കെ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അറിവുകൾ അപ്പുറത്ത് നിർത്തി ഇൽമു തസവുഫും ഇൽമുൽ ഫിഖ്ഹും ഇൽമുൽ അഖീദയും ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ നോക്കി അതിൻ്റെ ഉപോത്ഫലകമായ ഈ ഇൽമുകൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പഠിച്ചെടുക്കുക എന്നല്ലാതെ ഇതിൽ മാത്രം കൂടുന്നതിനെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിമർശിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഇൽമ് അത് പ്രാധാന്യത്തോടുകൂടെ പഠിച്ചെടുക്കുക. അതിൻ്റെ ഓരോ ഇൽമിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട്. ഇൽമുൽ ഫിഖ്ഹിന് ഒരു പ്രാധാന്യമുണ്ട്, ഇൽമു തഫ്സീറിന് ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ ഇൽമിനും ഓരോ ഗ്രേഡ് ഉണ്ട്. അതിനനുസരിച്ച് എൻ്റെ കുട്ടി കൈകാര്യം ചെയ്യണം എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മുടെ സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസമാണല്ലോ, മഗ്ഫിറത്തിൻ്റെ 10 പരമാവധി അള്ളാഹുവിനോട് അഫ്വു ചോദിക്കുക. അതൊക്കെ ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സമയം കളയല്ലേ, ആവശ്യമില്ലാത്തതിൽ, വളരെ അത്യാവശ്യമൊന്നും ഇല്ലാത്തതിൽ സമയം കളയല്ലേ എൻ്റെ കുട്ടി എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. നമുക്കും അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കാം. എൻ്റെ സമയങ്ങൾ വെറുതെ പോകൂല, എൻ്റെ സമയങ്ങൾ നഷ്ടപ്പെടൂല. ഈ വിശുദ്ധ റമദാനിൻ്റെ ഒരു സെക്കൻഡ് നമുക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ വല്ലാത്ത നഷ്ടമാണ്. അള്ളാഹു നമുക്ക് ഈ സമയങ്ങളൊക്കെയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.